ലൂസിഫർ സിനിമയിൽ പൃഥ്വിരാജും മുരളി ഗോപിയും എഴുതിയ ഡയലോഗിൽ ഒരൊറ്റ ഡയലോഗ് കട്ടിവെച്ചു. ഇതിന്റെ പ്രാധാന്യം എന്താ അറിയാം? ഈ കാവി പതാക മാറ്റിയതാണ് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സെ പറയുന്ന കാരണങ്ങളിലും. രണ്ടാമത്തെ പോയിന്റ്, ഈ രാഷ്ട്രീയ പ്രതലം മനസ്സിലാക്കിയാലേ, രാഷ്ട്രീയ സാമുദായിക പ്രതലങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്കിതിൽ കൺസെൻസസുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഉദാഹരണം, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എക്കണോമി ബേസ്ഡ് പൊളിറ്റിക്സ്, വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ബേസ്ഡ് പൊളിറ്റിക്സ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അടിസ്ഥാനമാണ് എല്ലാത്തിനും ബേസ് എന്നുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളാണ് ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത്. വലതുപക്ഷം എന്ന് പറഞ്ഞാൽ സ്വത്വാധിഷ്ഠിതം, ഐഡന്റിറ്റി ബേസ്ഡ് പൊളിറ്റിക്സ് എന്ന രീതിയിലാണ്. ഇതിനെ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ടൊക്കെ കൂട്ടിക്കെട്ടുന്നവരുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ പഠിച്ചാൽ ഫിലോസഫിയിലെ, ഞാൻ ഫിലോസഫിയുടെ വിദ്യാർത്ഥിയാണ്, നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറയുന്ന ആശയ ലോകത്തിലേക്കാണ് ഇത് വരുന്നത്. അതായത് ഒരു വ്യക്തി എത്രമാത്രം ജന്മന ഉള്ള കാര്യങ്ങളുണ്ട്, എത്രമാത്രം സമൂഹം അതിനെ സ്വാധീനിക്കും. ലെഫ്റ്റ് വിങ്ങുകാർ പറയുന്നത് സമൂഹമാണ് കൂടുതൽ, റൈറ്റ് വിങ്ങുകാർ പറയുന്നത് ആ വ്യക്തിയുടെ ജനറ്റിക്സ് അടക്കമുള്ള കാര്യങ്ങളാണ് കൂടുതൽ. ഇതിലേക്കാണ് ആത്യന്തികമായി എത്തുക. ഇനി രണ്ട്, ഇത് മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് ഒരു പ്രതലം സ്വീകരിക്കുന്നത്, കൺസെൻസസ് സ്വീകരിക്കുന്നത്? പലപ്പോഴും ഞാൻ പറയാറുള്ള വളരെ പ്രമുഖമായ ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യയുടെ കൊടി. ഇതാണ് ഈ ഇന്ത്യയുടെ കൊടിയിൽ കുങ്കുമവും വെള്ളയും പച്ചയും ഉണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ സ്കൂളിൽ പഠിക്കും, കുങ്കുമം എന്നോ കാവ്യെന്നോ പറഞ്ഞാൽ ത്യാഗവും ധീരസന്നദ്ധതയാണ്, വെള്ള എന്ന് പറഞ്ഞാൽ സമാധാനമാണ്, പച്ച എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ഠത എന്നുള്ളതാണ് എന്ന് നമ്മൾ സ്കൂളിൽ നമ്മൾ പഠിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല. ഏപ്രിൽ 13, 1921 ഇതിന് കളർ കോഡ് നൽകിയ മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവ് ഇത് ഡിസൈൻ ചെയ്ത പിങ്കാളി വെങ്കയ്യയോട് പറയുന്നത്, നമ്മുടെ നാട്ടിൽ 3 പ്രധാന സമുദായങ്ങളാണുള്ളത്. ഇത് കുങ്കുമം അല്ലെങ്കിൽ കാവി അല്ലെങ്കിൽ ഈ റെഡ് ഷോക്രെ, അന്ന് റെഡ് ഷോക്രെ ആയിരുന്നു, ആ റെഡ് ഷോക്രെ പ്രതിനിധാനം ചെയ്യുന്നത് ഹിന്ദുക്കളെയാണ്. ഇതിൽ വെള്ള പ്രതിനിധാനം ചെയ്യുന്നത് ക്രിസ്ത്യാനികളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയാണ്. ഇതിൽ പച്ച പ്രതിനിധാനം ചെയ്യുന്നത് മുസ്ലിങ്ങളെയാണ്. ഇവർക്ക് തമ്മിൽ നമുക്കൊരു ബാലൻസ് ഉണ്ടാകും. ഇതായിരുന്നു നമ്മുടെ ഫ്ലാഗുകളുടെ ആദ്യ രൂപം. അതായത് നമ്മുടെ ഫ്ലാഗിന്റെ ചരിത്രത്തിലെ എവല്യൂഷൻ കണ്ടാൽ ആദ്യം 1921 മഹാത്മാഗാന്ധി സൂചിപ്പിക്കുന്ന ആദ്യ കളർ കോഡുകളിലൊന്ന് ഈ ഫ്ലാഗാണ്. അതിന്റെ വ്യത്യസ്ത എവല്യൂഷനിലാണ് വരുന്നത്. ഗാന്ധിജി പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു കൺസെൻസസ് വേണം, ബാലൻസ് വേണം. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കോൺഗ്രസ്സുകാരുടെ വേദി പോയാൽ, ഇത് കോൺഗ്രസിന്റെ പതാക കൂടിയാണ്, കാരണം പിന്നീട് ഇന്ത്യയുടെ പതാകയായത്, അവര് പറയും ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അവരോട് പറയും, യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അന്നത്തെ പബ്ലിക് പോളിസി മനസ്സിലാക്കണമെങ്കിൽ ഇത് 1931-32 കാലഘട്ടങ്ങളിൽ അന്ന് 7 അംഗ ഫ്ലാഗ് കമ്മിറ്റി അംഗീകരിച്ച ഇന്ത്യയുടെ കൊടിയാണ്. ഇത് RSSന്റെ കൊടിയല്ല, 7 അംഗ ഫ്ലാഗ് കമ്മിറ്റി അംഗീകരിച്ച ഇന്ത്യയുടെ കൊടിയാണ്. ആ അംഗീകരിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തവർ മഹാനായ മതേതരനായ നെഹ്റുജി, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനായ മൗലാന ആസാദ്, നമ്മുടെ സർദാർ പട്ടേൽ അടക്കം ഈ ഫ്ലാഗ് മതി ഇന്ത്യക്ക്. അതായത് സാഫ്രൻ നിറത്തെ റെപ്രസെന്റ് ചെയ്യുന്നു, മേളിൽ ചർക്കയൊക്കെ ഗാന്ധിജിയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെ മൗലാന ആസാദും നെഹ്റുജി അംഗീകരിച്ചപ്പോ യഥാർത്ഥ രാമഭക്തനായ, യഥാർത്ഥ സനാതന ഹിന്ദുവായ മഹാത്മാഗാന്ധി പറഞ്ഞു, അങ്ങനെ പറ്റില്ല, എല്ലാ നിറങ്ങളും ഉണ്ടെങ്കിലേ നമ്മുടെ ഫ്ലാഗിന് സമ്പൂർണ്ണത ഉണ്ടാകും. മൗലാന ആസാദിന് ഒരു പക്ഷേ സാഫ്രൻ ഫ്ലാഗ് മാത്രം മതിയായിരിക്കും, പക്ഷെ എനിക്കത് പറ്റില്ല, എല്ലാ ഫ്ലാഗും വേണം. അതുകൊണ്ട് ഈ നമ്മുടെ കാവിയും വെള്ളയും പച്ചയും വേണം. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ലൂസിഫർ സിനിമയിൽ ഡയലോഗ് ഉണ്ട്. ഒരൊറ്റ ഡയലോഗേ ലൂസിഫർ സിനിമയിൽ സെൻസർ ബോർഡ് കട്ട് ചെയ്യിച്ചിട്ടുള്ളൂ, അത് ഈ ഡയലോഗാണ്. ലൂസിഫർ സിനിമയിൽ പൃഥ്വിരാജും മുരളി ഗോപിയും എഴുതിയ ഡയലോഗിൽ ഒരൊറ്റ ഡയലോഗ് കട്ട് ചെയ്യിച്ചു. ഇതിന്റെ പ്രാധാന്യം എന്താ അറിയാം? ഈ കാവി പതാക മാറ്റിയതാണ് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സെ പറയുന്ന കാരണങ്ങളിലും. അതായത് ഗോഡ്സെ എന്ന് പറയുന്ന ഹിന്ദുത്വ തീവ്രവാദിയായ വ്യക്തി, നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്ന വ്യക്തി പറയുന്നത്, പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാരണം ഈ കാവി പതാക മാറ്റി മഹാത്മാഗാന്ധി ഇത് ബഹുസ്വരമായ മതസൗഹാർദ്ദത്തിൽ അടിച്ചുള്ള പതാകയാണ്. അപ്പൊ ഗാന്ധിജി എന്നും ഒരു കൺസെൻസസിന് ട്രൈ ചെയ്തതിന്റെ അർത്ഥം ഈ കൺസെൻസസും ബാലൻസുമാണ്, സമവായവും സന്തുലനവുമാണ് ഒരു രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഫ്ലാഗ് പോലെ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ഈ കൺസെൻസസ് ആണ്. വന്ദേ മാതരം ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ദേവി സ്തുതിയും ദുർഗാ സ്തുതിയും സരസ്വതി ലക്ഷ്മി സ്തുതികളൊക്കെ ഉണ്ട്. ഇവിടെ മുസ്ലിം സഹോദരന്മാർക്ക് അത് ബുദ്ധിമുട്ടാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു ആദ്യത്തെ 2 പാരഗ്രാഫ് പാടിയാൽ മതി. ഇങ്ങനെയല്ലേ കൺസെൻസസ് ഉണ്ടാക്കുന്നത്? ഇല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? അതായത് അവർക്ക് വിശ്വാസപരമായി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ കാര്യമുണ്ട്. നമുക്കൊരു ദേവി സ്തുതി, അങ്ങനെ നാഷണൽ സോങ്ങേ വരാൻ പാടില്ല, നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുന്നത്. വ്യത്യസ്ത വിഷയങ്ങളിൽ സമവായം ഉണ്ടാക്കാൻ ഈ വ്യത്യസ്ത ഭാഗങ്ങളെ നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ കാര്യം.